കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഷാഹി പനീറാണ്. കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. അതിന് 2 സവോള ഇതിങ്ങനെ ഇങ്ങനെ മുറിച്ചത്, ഇത് കണ്ടോ, ഇതിങ്ങനെ മുറിച്ച് 2 സവോള, 2 തക്കാളിക്ക് ഇതിങ്ങനെ മുറിച്ചത്, ഇത് 2 എണ്ണം ഇങ്ങനെ മുറിച്ചിട്ടത്. പിന്നെ പനീർ എന്തോരം വേണോ എന്നുള്ളത് അത് നമ്മളുടെ ഇതാണ്, കണക്കാണ്. ഞാൻ ഈ രണ്ട് കഷ്ണം വെച്ചിട്ടുണ്ട്. അപ്പം അത് പിന്നെ വേണ്ടത് ഇത് കപ്പലണ്ടി ഒരു ഇത്രയും, പിന്നെ ഇത് വത്തലമുളക് ഇത്രയും, പിന്നെ ഇത് ഷാഹി പനീർ മസാലയാണ്. ഇത് ഏത് കമ്പനിയുടെ ആണെന്നൊക്കെ എന്നോട് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാവേ. പിന്നെ ഇത് കസ്തൂരി മേത്തിയുടെ ആണ്, അത് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമ്മുടെ പാലിന്റെ പാട വരത്തില്ലേ, അത് എടുത്ത് ഫ്രീസറിൽ വെക്കുമ്പം നമുക്ക് അതിൻ്റെ ക്രീമായിട്ട് കിട്ടും. അതാണ് ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇതിങ്ങനെ ഇത്തിരി സാധനം. പിന്നെ ഞാനിടും ഉപ്പും മുളക് പൊടിയും ഇടും. അപ്പം ഞാനൊരു പാൻ ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. പാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. അപ്പം ഈ ഗ്യാസ് ഓണാക്കുവാണ്. ഗ്യാസ് ഓണാക്കി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ഓണാക്കുമ്പോൾ ഫുള്ളിലാണ് വെക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർക്കും. അത് ഇപ്പോഴല്ല, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിനകത്തൊരു ശകലം എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഒരു ശകലം ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഈ സവോള മുറിച്ച് വെച്ചത് ഇടുകയാണ്. അതിട്ടു. കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇത് ടൊമാറ്റോ തക്കാളിക്ക ഇത് ഇട്ടു. അപ്പം ഗ്യാസ് ഞാൻ കുറച്ച് വെക്കുകയാണ്. ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം, എണ്ണ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത്ര എണ്ണ മതി. കുറച്ച് ഒരു സ്പൂണ്, ചെറിയ സ്പൂണിന് 1 സ്പൂൺ എണ്ണയും ഞാൻ ഒഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പം ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഒന്നുകൂടി ഒന്ന് കൂട്ടി വെക്കാം. നല്ലപോലെ ചൂടായിരുന്നു. ഇനിയിപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ നമ്മൾ തക്കാളിക്കും സവാള ഇട്ടത് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പം ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കും കേട്ടോ. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചിരിക്കുക. അപ്പം അത് അപ്പോഴത്തേനും ഞാൻ ഈ വത്തലമുളക് ഞാൻ ഈ 2 4 6 എണ്ണം ഉണ്ട്. ഇതിന് ഭയങ്കര എരിവായിരിക്കുമേ. അപ്പം ഇതും കൂടി ഞാൻ ചേർക്കുക. അപ്പം മുളക് പൊടി ഇതിനനുസരിച്ച് ചേർക്കാവുള്ളൂ. ഇതിനകത്തോട്ട് ഇട്ടു. അതും കൂടെ വഴറ്റുകയാണ്. പിന്നെ ഞാൻ ഇത് കപ്പലണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് പീസായിട്ട് എടുത്തിരിക്കുന്ന ആയതുകൊണ്ട് ഇത് ഞാൻ ഇങ്ങനെ എടുത്ത്, അല്ലെങ്കിൽ ഒരു 5 6 7 8 പീസ്. ഓക്കെ, ഇത്രയും മതി. അപ്പം ഇത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ നല്ലപോലെ ചൂടാകുന്നുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഞാൻ ഗ്യാസ് ഒരു സ്ലോയിൽ വെക്കും. ഓക്കെ, ഗ്യാസ് ഞാൻ സ്ലോയിൽ വെച്ചു. അപ്പം നമുക്ക് ഈ പനീർ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോഴത്തേന് ഇതെങ്ങനെയാണ് മുറിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, സ്ക്വയർ ടൈപ്പിൽ മുറിക്കണം. അപ്പം ഇത് ഞാനിത് ഇതിനെ 3 പീസാക്കിയിട്ട് ഇതിനെ ഞാൻ 3 പീസാക്കിയിട്ട് ഇത് ഇച്ചിരി വലുപ്പമുള്ളതായതുകൊണ്ട് നടുക്കൂടി ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ഒന്ന് മുറിച്ചിട്ട്. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല. മഞ്ഞൾപ്പൊടി ചേർക്കാതെ ആയിരിക്കും ഇതുണ്ടാക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ എൻ്റെ സൈസ് ഇതാണ്. ഈ സൈസിൽ നമ്മളിത് മുറിച്ചെടുത്തു. അപ്പം നമ്മളിത് ഇതാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന പനീർ. ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വലിയവർക്കും ഇഷ്ടമാണ്. നമ്മൾ ചപ്പാത്തി ഒക്കെ കഴിക്കാൻ, ചോറ് വേണേലും കഴിക്കാൻ ഇതിൻ്റെ കൂടെ. അപ്പം നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി
ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ നോക്കി ഉണ്ടാക്കിയാൽ മതി. ഒരു 5 മിനിറ്റ് വഴത്തത്തേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ ഗ്യാസ് നിർത്തി വെക്കും കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് പിന്നെ നിർത്തി വെച്ചാൽ മതി. ഇതാണ് സൈസ് കേട്ടോ, കണ്ടില്ല എങ്കിൽ. അപ്പം ഇവിടെ അടപ്പ് ഞാൻ തുറക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി 5 മിനിറ്റ് ആയി. അപ്പം വഴന്ന് വന്നിട്ടുണ്ട്. ഞാനൊരു ശകലം മുളക് പൊടിയും കൂടെ ഇട്ടേക്കാം. മുളക് പൊടി ഒരു ശകലം, കുറച്ച്, 1 സ്പൂണൊന്നുമില്ല, 1/2 സ്പൂൺ മുഴുവൻ ഇടുന്നില്ല. ഒരു ഇതുണ്ട്, മുഴുവൻ ഇട്ടില്ല, ഇത് കൂടിപ്പോയെങ്കിലും. അപ്പം ഇത്ര സാധനം മതി. അപ്പം ഞാനിത് ഗ്യാസ് നിർത്തി വെക്കാൻ പോവാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തത് മസാലയിലില്ല. മസാല നല്ലപോലെ ഇതൊന്ന് പിടിക്കാൻ. എണ്ണ കുറവല്ലായിരുന്നു. എണ്ണ കുറവുള്ളതിന് നമ്മൾ ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ എണ്ണയ്ക്ക് അത് എന്താ പറയുന്നത്, എണ്ണയ്ക്ക് ഒപ്പം എത്തുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഗ്യാസ് നിർത്തുകയാണ് കേട്ടോ. നിർത്തി. ഇനി ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ട് അരച്ച് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ പാലിന്റെ മലായി എടുത്ത്, പാലിന്റെ പാടയില്ലേ, പാടയെടുത്ത് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത്. ഇത് ഇങ്ങനെ വെക്കുന്നത് നമുക്ക് കറികൾക്കും അല്ലെങ്കിൽ ഇത് പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചീനച്ചട്ടിയിലിട്ട് നെയ്യെടുക്കാൻ പറ്റും. നെയ്യെടുക്കാനും നല്ലതാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ 1-2 പ്രാവശ്യം ഇതിന്റെ നെയ്യെടുത്തായിരുന്നു. 2 പാത്രം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പൊ അങ്ങനെയും ചെയ്യാം. നല്ല സാധനമാണ്. ഇതിനകത്ത് ഞാൻ എണ്ണ ചൂടായപ്പോൾ ഞാൻ കറുവപ്പട്ട, ഗ്രാമ്പു, കുരുമുളക് അങ്ങനെ ഉള്ളത്, അങ്ങനെ പൊടിക്കാത്തത് ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചേർത്തു. അത് കഴിഞ്ഞ് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇതിനകത്ത് ഞാൻ ഗ്രാമ്പു, കറുവപ്പട്ട, കുരുമുളക് എണ്ണ ചൂടായപ്പോൾ ഇട്ടു. പിന്നെ തേജ്പത്ത ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച്, ഒത്തിരി അരയില്ല, ഒത്തിരി അരയാത്തത് നമ്മളുടെ വഴറ്റി വെച്ചിരുന്നത് പേസ്റ്റ് തരിയായിട്ടാണ്. ഇത് ഒത്തിരി അരയാത്തത് രീതിയിൽ എടുത്തു. ഇതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് വഴറ്റുകയാണ്. ഒരു ശകലം വെള്ളം ഒഴിച്ച് ഞാനിത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഒഴിക്കുകയാണ് ഇതിനകത്തോട്ട്. ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. പിന്നെ ഗ്യാസ് ശകലം കൂട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ, മീഡിയം ഫ്ലെയിമിലാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ, ഓർത്തോണം. ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ഞാൻ ആവശ്യാനുസരണം ചേർക്കണം. അപ്പം എനിക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു കളറ് വരും. പിന്നെ ഇതിന് അകത്ത് ഞാൻ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇത് ഞാൻ ചേർത്തു. ഇതൊന്ന് നല്ലപോലെ വഴറ്റി വരണം. അപ്പം ഇതിനകത്ത് ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്, നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയതുകൊണ്ട്. ഇത് വഴന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. ഒത്തിരി വെള്ളം വേണ്ട, പക്ഷേ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നോക്കട്ടെ വെള്ളം ഇച്ചിരി കൂടെ ചേർക്കണമെന്ന്. ഇത് ശകലം കൂടെ ചേർക്കാം. ഇത്രയും ഇതിന് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത്. ഇത്രയും ചേർത്ത് ഇത് നല്ലപോലെ തിളയ്ക്കണം. ഇത് കണ്ടോ, ഇത് നല്ലപോലെ അരച്ചും ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇത് നല്ലപോലെ തരിയായിട്ടിരുന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. വയസ്സ് ഞാൻ നല്ലപോലെ അരച്ചും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഇത് ഇങ്ങനെ അരച്ചെടുത്തു. ഇങ്ങനെ അരച്ചെടുത്തത് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പനീറിടാം. മാക്സിമം എൻ്റെ കറികളെല്ലാം തേങ്ങയില്ലാത്ത കറികളാണ്. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചുള്ള കറികളല്ല. അതെല്ലാം അപ്പം ഒരു ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കാം. ഉണ്ടാക്കി നോക്ക്. ഇതിനകത്ത് ഞാൻ നോർമൽ തേജ് മിർച്ച് പൗഡറാണ് ഇട്ടത്.
അഥവാ ഇതിനകത്ത് കശ്മീരി മിർച്ച് പൗഡർ ഇടുകയായിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ല കളർ വന്നേനെയായിരുന്നു. അപ്പം ഇതിട്ടതുകൊണ്ട് ഇതിന് അത്ര കളറില്ലാത്ത കുഴപ്പമില്ല, എന്നാലും ടേസ്റ്റ് നല്ലതാണ്. പിന്നെ ഞാൻ പറയാത്ത 2 സാധനങ്ങളും കൂടെ ഇതിനകത്ത് ചേർക്കും. ഞാൻ ഇതിനകത്ത് 2-3 പച്ചമുളക് ഞാൻ കീറി വെച്ചതുണ്ട്. ഇങ്ങനെ നടുവേ കീറി വെച്ചത് ഇത് നടുവേ കീറി വെച്ച 3 പച്ചമുളക് കീറി വെച്ചതുണ്ട്. പിന്നെ ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിനകത്ത് ചേർക്കുവേ. അപ്പം അത്രയും സാധനം കൂടെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ചപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇതിടുകയാണ്. അപ്പോൾ ഇത് ഇടുകയാണ്. ഇട്ടിട്ട് ഇത് നല്ലതായിട്ട് ഞാനിത് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ഇനിയും തിളയ്ക്കാൻ വെക്കാം നമുക്ക്. അപ്പം നമുക്കിതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാരയും കൂടെ ചേർക്കാം. ഞാനിതിന് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കേട്ടോ. അടച്ചു വെക്കാവേ. അടച്ചു വെച്ചു കേട്ടോ. 2 മിനിറ്റ് നേരത്തിന് ബാക്കി ഐറ്റംസ് നമുക്ക് ഇത് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അടുപ്പ് മാറ്റുകയാണ്. നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വന്നു. സൈഡിലേക്ക് നമുക്ക് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യിക്കാം. അങ്ങനെ സൈഡിൽ കൂടെ ഉള്ളതൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് ബരാബറാക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്ത് ഇതുണ്ട്. ഇനിയാണ് ഇതിനകത്ത് നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് പച്ചമുളക് എടുക്കുകയാണ്. പച്ചമുളക് ഇനി ഇതിനകത്തോട്ട് ഞാൻ ക്രീം ചേർക്കുകയാണ്. ക്രീം ഇത് ചേർത്തു. ഇനി ഇത് ഇളക്കി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇത് കണ്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചു. അപ്പം ഞാൻ ഗ്യാസ് അങ്ങ് നിർത്തി വെക്കുവാണ്. ഗ്യാസ് നിർത്തി വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഒരു സാധനം കൂടെ ഇതിനകത്തോട്ട് ഇടുകയാണ്. എന്നാന്ന് ചോദിച്ചാൽ പീസ് ബട്ടറിൻ്റെ ഒരു പീസ് ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇതിട്ടു. പിന്നെ ഇതിൻ്റെ പൗഡർ ലീഫില്ലേ അത് വിതറുകയാണ്. അതും കൂടി ഇട്ടിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ആരും ചെയ്യാറില്ല. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ പറയണം. പിന്നെ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ ആരും അധികം അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ